ഒടുവിൽ ഇത് തീക്കിളിയാകോ? തീക്കിളിയാവും, തീർച്ചയായിട്ടും ആവും. നമ്മളൊക്കെ വിഷം ചീറ്റുന്ന ഒരു പാമ്പിനോടാ കളിക്കുന്നത്. നിങ്ങൾ ആ മോസിനോട് ഒന്ന് പറ, എന്നെ ഇതൊന്ന് ഒഴിവാക്കി തരാൻ. സർവത്ര തരികിടയുമായി ആ മോസ് മുന്നോട്ട് പോവുക. ഒരെത്തുംപിടിയും കിട്ടുന്നില്ല. ശങ്കരനെ ഇവിടെ അയച്ച് ആ കുട്ടിയെ തട്ടിയെടുപ്പിച്ചത് അവനാ. ഇപ്പൊ അവൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുക. എന്ത്? നന്ദനെ പനക്കൽ ദാസിന്റെ അടുത്തോണ്ട് ഇട്ടുകൊടുത്ത് കോംപ്രമൈസ് ആക്കാൻ. വിഷമിക്കാതെ, ദൈവസാക്ഷിയെ ഞാൻ പറയാം. നന്ദനെ ഒരു കാരണവശാലും ദാസിന്റെ മുമ്പ് ഞാൻ കൊണ്ട് കൊടുക്കുകയല്ല. കൊടുക്കാമെന്ന് അവന്റെ മുമ്പിൽ സമ്മതിച്ച് നിൽക്കും. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണമല്ലോ. എന്തെങ്കിലും അതിക്രമം കാണിച്ചാ ഞാൻ ഓടി വരും. എന്നോടൊപ്പം നിൽക്കണം. അത് പറയാനാ ഞാൻ വന്നത്. നന്ദനെ വെച്ച് ആ ദാസും മോസും ജയിക്കരുത്. അതിനുവേണ്ടി ഫാദർ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എനിക്ക് ആ സെക്യൂരിറ്റി ഓഫീസർ ഒന്ന് പരിചയപ്പെടണം. പ്ലീസ് കം ഓവർ. എന്തിനാ? ഒന്ന് കരുതിയിരിക്കാനാ. മോസ് അതിര് ലംഘിച്ചാൽ അവരെ കൊണ്ട് മോസിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ടെസിയെ ഓർഫനേജിൽ തന്നെ നിർത്തുകയും വേണം. ഇത് ഫാദർ സിറിയക്. എപ്പോ വിളിച്ചാലും എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുത്തിരിക്കണം. യെസ് സർ. ഞാൻ പോയിട്ട് വരാം. വല്യച്ഛനവിടെ? ഇതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എങ്ങോട്ടോ മാറി. ഉരുകുമെന്നഴലിനു തണലു തൂകുവാൻ മഴമുകിലായി വന്നു നീ. കഥനം നിറയുന്ന വീതിയിലൊരു ചെറുകഥയുമായി വന്നു നീ. എന്റെ സ്വപ്നങ്ങളിൽ എന്റെ ദുഃഖങ്ങളിൽ കുളിരേകുന്നൊരു താളലയം തൊട്ടാൽ. ഇനി എന്താ മോസ്? ഇനി ടെസിയെ തിരിച്ചു കൊണ്ടുവരാൻ നന്ദനുമായി വലിയച്ഛൻ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ വലിയച്ഛനും നന്ദനുമായിട്ട് അങ്ങ് പോയാ പോരെ? ആ കൊച്ചിയോട് നിന്നേനല്ലോ. താൻ കൂടുതൽ തല പുണ്ണാക്കണ്ട. അങ്ങേര് വല്ലതും കണ്ടു കാണും. എന്ത് പോകിത്തരോ നിങ്ങൾ കാണിച്ചേ? കുട്ടി അവിടെ കൊണ്ട് തരാമെന്നല്ല ഞാൻ പറഞ്ഞു. എവിടെ വെച്ചാലും കുട്ടിയെ തന്നല്ലോ, അത് മതി. നിങ്ങൾ ഈ കാണിച്ച വിശ്വാസവഞ്ചനയാ, ഗുണ്ടായിസോ. മോസിനേക്കാളും ബുദ്ധിയുള്ളവർ ഈ ലോകത്തുണ്ടടാ കൂശിനി. എങ്ങനെയാ കുട്ടിയെ കടത്തുന്നത്? പെട്ടിയോട്ടയിൽ ഉറക്കി കടത്തി. എവിടെ വെച്ച് കൈമാറും? ഇവിടെ വെച്ച്. ഉത്തരങ്ങൾ വളരെ ഫാസ്റ്റ് ആയി പോയി. അപ്പൊ മനസ്സിലായി നീ പ്ലാൻഡ് ആണെന്ന്. പിന്നിൽ സുമേഷ് അല്ലെങ്കിൽ മോസ്. സുമേഷിന് ഇപ്പൊ അതിനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല. അപ്പൊ പിന്നെ ആര്? ആ, ഏതായാലും നീ വാക്ക് പാലിച്ചു. അപ്പൊ തരേണ്ടത് ഞാനും തരണമല്ലോ. എവിടെ ഇവനുള്ള പെട്ടി? തുറന്നോ.
ഈ ഓട്ടോയും പെട്ടിയും ഇവിടെ എത്തിക്കാൻ ഒരാൾ പറഞ്ഞു. 100 രൂപ കൂലിയും തന്നു. കുട്ടിയെ കാണാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വാ, ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞത് ചെയ്യാൻ സമയമായെന്ന് ശ്രീക്കച്ചനോട് പറഞ്ഞേക്ക്. അച്ഛൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. എവിടെയാണ് എന്റെ ടെസ്സി? അവനൊന്നും ചെയ്യരുത്. വിട്, വിട്, വിട്. എനിക്ക് വേണ്ടപ്പെട്ടവനവൻ. ആദ്യം അവനെ കുട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ. വാ. മോളെ ടെസ്സി, മോളെ ടെസ്സി. ശരിക്ക് കണ്ടോ? ഇനി പറയടാ, കുട്ടിയെ നേരെ ചൊവ്വേ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതിന് പകരം എന്തിനായിരുന്നു വളഞ്ഞ വഴി? പറയടാ. പറയാം. എനിക്ക് ജീവിക്കാൻ, എന്റെ ടെസ്സിക്ക് ജീവിക്കാൻ, എല്ലാവർക്കും ജീവിക്കാൻ. സുമേഷിനെ കൊണ്ട് കുട്ടി തട്ടിയെടുപ്പിച്ചു. അച്ഛനെ കൊണ്ട് അവളെ അനാഥാലയത്തിൽ ഒളിപ്പിച്ചു. അവിടെ നിന്ന് താൻ ടെസ്സിയെ കടത്തിയാൽ സുമേഷിനെ ഫാദറിനെയും എനിക്ക് കുറ്റക്കാരാക്കാം. നന്ദനെ കൊണ്ടുവന്ന് എല്ലാം കോംപ്രമൈസ് ചെയ്ത് എന്റെ ടെസ്സിയെ തിരിച്ചു തരണമെന്ന് അച്ഛനോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടാ ഞാൻ വന്ന്. നേരെ സ്ട്രൈറ്റ് ആക്കി പറ. എല്ലാം സ്ട്രൈറ്റ് ആക്കി തന്നെയാ പറയുന്നേ. ഒരു മധ്യസ്ഥനായ ശ്രീകച്ചൻ വരും നന്ദനയുമായി. പ്രശ്നങ്ങൾ ഒത്തീർപ്പാക്കാനുള്ള എല്ലാ അവകാശവും ഫാദറിന് നൽകിക്കൊണ്ടുള്ള സുമേഷിന്റെ സമ്മതപത്രവും അച്ഛന്റെ കയ്യിലുണ്ടാവും. വാ പോവാം. എങ്ങോട്ട്? നിങ്ങളെ രണ്ടുപേരെ തമ്മിൽ കൊല്ലിക്കാനായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടത്തിലേക്ക്. തർക്കസ്ഥലത്ത് വെച്ച് തന്നെ തീരട്ടെ. പോകാം. പക്ഷെ നിന്നോടൊപ്പം ആ കുട്ടിയും കുശിനിയും കാണും. ഒരു വെടിക്ക് ചിലപ്പോ 3 പേരും തീരും. എവിടെ? ഇവിടെ വരുന്ന പറഞ്ഞത്. മാറിക്കട, മാറ്റി നിർത്തണ എല്ലാത്തിനെയും. കൊല്ലും ഞാനിവന്. മാറി നിൽക്കാൻ. വേണ്ട, വേണ്ടാതിനെ കാണിച്ച തെറിക്കുവിന്റെ തലച്ചോറ്.